ഒത്തിരി ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഷോർട്സ് അല്ലേ ഇടുന്നത്, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പം നമുക്കിന്ന് സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളെല്ലാവരും ചോദിച്ച പാനൽ കട്ടാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്, കുറച്ച് സ്റ്റിച്ചിങ്ങും ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലോത്ത് 4 മടക്കുക എന്നതാണ് ആദ്യത്തെ ഡ്യൂട്ടി കേട്ടോ. ഇപ്പോൾ 2 ഫോൾഡ് ചെയ്തു, 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മാക്സിമം കൂടെ ചെറുതാക്കാം. അതിൻ്റെ മെഷർ നിവർത്തിയിട്ടതിന് ശേഷം ഞാൻ കാണിക്കാവേ. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. കൂടെ ഒരു ചേച്ചിയുടെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇപ്പം മാർക്ക് ചെയ്യുന്ന മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വീതിക്ക് നമ്മൾ ഫോൾഡ് ചെയ്തല്ലോ. അപ്പം ആ ഒരു എൻഡിൽ നിന്ന് ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് 1.5 എടുക്കുക. അതുപോലെ ഈ ലാസ്റ്റ് താഴെ നിന്ന് അതുപോലെ 1.5 എടുത്തിട്ട് ഇപ്പുറത്തെ ഇടത് സൈഡിൽ നിന്നാണ് നമ്മൾ 1.5 എടുക്കുകയാണെങ്കിൽ അതാ സ്ക്രീനിൽ കാണുന്നത് തിരിച്ച് 1.5 എടുക്കുക കേട്ടോ. എന്നിട്ട് ലൈന് വരയ്ക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇതിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈസിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരേപോലെ എടുത്തിടാം. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു സൈഡ് വീതി കുറഞ്ഞിരിക്കും, ഒരു സൈഡ് വീതി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിനി ചെയ്യാനുള്ളത് എല്ലാ പീസും എടുത്തിട്ട് വീതി കൂടിയ ഭാഗം താഴേക്കും വീതി കുറഞ്ഞ ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യുക. എത്ര പാനൽസ് ഉണ്ടെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ചെറിയ 2 പീസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്യുക. ആവശ്യമില്ലാത്തവരാണെങ്കിൽ നമുക്കത് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ കാണുന്ന കണക്ക് നമ്മൾ തറയിലിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലി ഈ ഓരോ പാറ്റേണും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടെന്ന് പറയുന്നത്. ഈസിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പാനൽസായിട്ടും നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ബാക്ക് പീസാണ്. അപ്പം നമുക്ക് ഫുൾ അറ്റം വരെ നമുക്ക് എന്തായിരുന്നാലും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നോർമലായിട്ട് കഴുത്ത് വെട്ടുന്ന കണക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കഴുത്ത് വെട്ടാം. കഴുത്ത് വെട്ടുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചെസ്റ്റ് പോർഷൻ, ഫ്രണ്ടിലെ ചെസ്റ്റ് പോർഷനിൽ അനാർക്കലി പാറ്റേണാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ നോർമൽ യൂഷ്വലി നമ്മൾ കൈയൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ലുക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിൽ ഫ്ലെയറൊക്കെ ഉണ്ട്. ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് കേട്ടോ നിങ്ങൾക്കതിൽ കാണാൻ പറ്റാത്തത്. ഞാനൊന്ന് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ഞാൻ ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് അതിൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റാത്തത്. ഓരോ പാനൽസായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ പാനൽസൊക്കെ നന്നായിട്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ പറയണം. പിന്നെ എന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്.